ജുബിൻ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. കോർട്ടിസോൾ ഒരു ഏജിങ് ഹോർമോണാണ്. കോർട്ടിസോൾ ലോങ്ങവിറ്റിയെ കട്ട് ചെയ്യും, സ്കിന്നിനെ റപ്ചർ ചെയ്യും, ബോണിന്റെ ഡിഫോമിറ്റി ഉണ്ടാക്കും, ഹെയറിന്റെ ഡെൻസിറ്റി കുറയ്ക്കും. നമുക്ക് വേണ്ടത് തൈറോയിഡ്, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ. അവിടെ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഹോർമോൺസ് ഡൾ ആവുകയാണ്. ജുബിൻ അറിയോന്നറിയില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ ക്യാൻസർ കൊണ്ടോ അല്ല, എൻഡോടോക്സിമിയയിൽ നിന്നാണ്. മെയിൻ പ്രശ്നം മലയാളികൾ ഉൾപ്പെടെ ലോകത്ത് ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പൂഫ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഇത്രയും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും ഇതിന്റെ താഴെ സ്യൂഡോ സയൻസ് എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട്. എന്താണ് ഫങ്ഷണൽ മെഡിസിൻ? ബേസിക്കലി ഇവിടെ ഇതൊരു റെലവെന്റ് ചോദ്യമാണ്. എന്നെ ഫങ്ഷണൽ മെഡിസിൻ പഠിപ്പിച്ച എന്റെ ടീച്ചർ, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു മോഡേൺ മെഡിസിനിൽ MD ഡോക്ടറാണ്. എന്നെ പഠിപ്പിച്ച ഓസ്ട്രേലിയ എന്നുള്ള നമ്മളെ ട്രെയിൻ ചെയ്ത ഫങ്ഷണൽ മെഡിസിനിൽ ട്രെയിൻ ചെയ്ത ഡോക്ടറുണ്ട്. പുള്ളിക്കാർ നാച്ചുറോപ്പത്താണ്. സോ ഇത്തരം ഏത് മേഖലയിലുള്ളവർക്കും ഫങ്ഷണൽ മെഡിസിൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രോയും കോണും. ഒരേ നേരത്തിൽ പോസിറ്റീവും നെഗറ്റീവും. കാരണം പലരും ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രിസിഷൻ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പറയുമ്പോഴും അതിൻ്റെ ഇൻഡെപ്ത് നോളജിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് വൈറ്റമിൻസ് കുറിച്ച് കൊടുക്കുന്നതല്ല ഫങ്ഷണൽ മെഡിസിൻ, കുറച്ച് ഡയറ്റ് കൊടുക്കുന്നതല്ല ഫങ്ഷണൽ മെഡിസിൻ. അവരുടെ ശരീരത്തിൻ്റെ ബയോകെമിസ്ട്രിയെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുകയും അവരെ എങ്ങനെ ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതൊരു സിസ്റ്റവും അവലംബിക്കുന്ന ഏതൊരു മെത്തഡോളജിയും നമുക്ക് ഫങ്ഷണൽ മെഡിസിൻ എന്ന് ചുരുക്കപ്പേരിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? ഒരാളുടെ ഇപ്പം എനിക്കൊരു ബോഡിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അപ്പം മോഡേൺ മെഡിസിന് പറ്റാത്തത് അങ്ങനെയല്ല. അതിനകത്തൊരു ചെറിയൊരു ഇതുണ്ട്. പറ്റാത്തതെന്ന് പറയരുത്. എല്ലാ സിസ്റ്റംസ് ഓഫ് മെഡിസിനും അതിൻ്റേതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, ഡെഫിനറ്റ്ലി നമുക്ക് മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് ശനിയാഴ്ച ഉറങ്ങിയിട്ട് ഞായറാഴ്ച എഴുന്നേൽക്കുമ്പോഴല്ല. ചുരുങ്ങിയത് ഒരു 6 months പ്രോസസ്സ് ഉണ്ട്. ആ 6 months പ്രോസസ്സിന് മുമ്പ് TMT എടുത്താലോ ECG എടുത്താലോ അത് നെഗറ്റീവായിരിക്കും. ഓട്ടോമാറ്റിക്കലി ജുബിൻ അറിയാമായിരിക്കും, തൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ചിലപ്പോൾ തന്നെ അറിയാം, ഒരു ഹൃദ്രോഗം വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ECGയിൽ അബ്നോർമാലിറ്റി. തലേ ദിവസം വരെ ECG നോർമൽ ആയിരിക്കും. കാരണം ECG എന്ന മെത്തഡോളജി അതിനാണ്. അപ്പം ഈ പറയുന്ന ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്താണോ അതിന് കാരണമാകുന്ന ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും ആ ഡെഫിഷ്യൻസിക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന്. എക്സലന്റ് ജുബിൻ തന്നെ ഇപ്പോൾ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ജുബിൻ, യു ക്രിയേറ്റഡ് യുവർ ഓൺ ഡെഫിനിഷൻ. ഇത് തന്നെയാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ബയോളജിക്കലിയുള്ള ഡെഫിഷ്യൻസീസ് അതിനെ നമ്മൾ അനലൈസ് ചെയ്യാം. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 3 dimensional അപ്രോച്ച് ആയിട്ടാണ് ന്യൂസിലാൻഡ് ഫങ്ഷണൽ മെഡിസിനെ കാണുന്നത്. അവിടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്നൊരു എഫക്റ്റ് കൂടി വരുന്നുണ്ട്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂതമല്ല, അതൊരു നേച്ചർ, അവരുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാകുന്ന ഒരു എഫിക്കസി. അതുപോലും അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫങ്ഷണൽ മെഡിസിനെ പ്രിസൈസ് ആയിട്ട് കൊണ്ടുവരാം. ഫങ്ഷണൽ മെഡിസിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിസിഷണൽ മെഡിസിൻ. എന്താണ് ആ സെൽസിൻ്റെ ഡെഫിഷ്യൻസി, എന്താണ് ഒരു സെല്ലിലെ ഒരു ഇംബാലൻസ്, എന്താണ് ഒരു റിഡോക്സ് ബാലൻസിലുണ്ടായ ഡിഫക്റ്റ്, ഇതിനെ അനലൈസ് ചെയ്യുകയും അതിനെ ഫുൾഫില്ലിങ് ചെയ്തു കഴിഞ്ഞാൽ ആ സെൽസ് ബാക്കിയുള്ള 100 ട്രില്യൺ കോശങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. കാരണം എപ്പോഴും ജുബിൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നത് ഒരു ആരോഗ്യത്തിലേക്ക് എത്താനുള്ള ഒരു ത്വര ഇതെല്ലാ ശരീരത്തിനും ഉണ്ട്. നമ്മൾ ഒരു തമിഴ് ചിത്രത്തിലെ ഒരു പാട്ട് പറയുന്ന പോലെ തന്നെ പട്ടിണി കിടന്നാൽ കൂടി ആ എലുമ്പുക്കുള്ളേ നൂറി വരും സത്ത്, അതുപോലും മനുഷ്യൻ ആഹാരമായി മാറും എന്ന് പറയുന്നത് പോലെ ഏതൊരു അസുഖാവസ്ഥയിലും, ഇപ്പം ക്യാൻസർ എന്ന ടോട്ടൽ ഡിറ്റോറിയോറേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡെഡ് ആൻഡ് കേസിൽ പോലും ആ ലാസ്റ്റ് നിമിഷവും നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. അവിടെ മസിൽസിനെ കൂടി ഡിറ്റോറിയേറ്റ് ചെയ്യിക്കുകയും അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് ജീവന് നൽകുന്ന ശരീരത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണ്ണമായ ഒരു പ്രക്രിയയുണ്ട്. ഇത് തന്നെയാണ് ആക്ച്വലി കാക്കക്സിയ എന്ന് പറയുന്നത്. ഈ കാക്കക്സിയ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? മസിൽസ് ഡീജനറേറ്റ് ചെയ്യുന്നു. കാരണം എന്താ? അവർക്ക് നോർമലായിട്ട് ഗ്ലൂക്കോസിൽ നിന്നോ ബാക്കിയുള്ള ന്യൂട്രിയൻസിൽ നിന്നും എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ബോഡി തന്നെ കണ്ടെത്തുന്ന ഒരു സർവൈവൽ മോഡാണ് കാക്കക്സിയ. അല്ലാതെ കാക്കക്സിയ വന്നു ഇനിയിപ്പോൾ മരണത്തിലേക്കാണ് എന്ന് കാണുന്ന വ്യൂയേക്കാളും കാക്കക്സിയ ഈസ് ഓൾസോ ട്രൈയിങ് ടു ഡു എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഫോർ ദ ബോഡി. ഇതാണ് ഫങ്ഷണൽ മെഡിസിൻ. കാക്കക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ പേഷ്യൻസിന്റെ മസിൽ വീക്ക് ആകുന്നു, മസിൽ ഡീജനറേറ്റ് ചെയ്യുന്നു, അവർ എല്ലും തോലുമായി മാറുന്നു എന്ന അവസ്ഥ നമ്മൾ പറയാം.
പറയാറുണ്ട്, ക്ഷമിക്കുക, പക്ഷെ അതാണ് സത്യം എന്ന് പറയാം. ആ അവസ്ഥയിൽ കൂടി മസിൽസിൽ നിന്നും ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ശ്രമത്തെ നമ്മൾ ശ്ലാഘനീയമായി സ്വീകരിക്കുക. അവിടെ ഒരു ഡീജനറേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയല്ല. അവിടെ ശരീരത്തിന്റെ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവനെ മുൻനിർത്തിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ജീവന്റെ നിലനിൽപ്പിനായി ശരീരം ചെയ്യുന്ന ഒരു പ്രോസസ്സാണതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഫങ്ഷണൽ മെഡിസിന്റെ ഒരു പ്ലസ് പോയിന്റ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഡയബറ്റിക്, പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളെ നേരത്തെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അത് ശരിയാണോ? ഈ ഒരു മഗ്നീഷ്യം അങ്ങനെയുള്ള ഒരു വൈറ്റമിൻസ് അതെങ്ങനെയാണ്? നമ്മളൊരു 16 വർഷമായി ഈ ഒരു ഫങ്ഷണൽ മെഡിസിൻ ഉള്ളത്. എൻ്റെ പ്രൊഫസർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 20 വർഷത്തോളമായി അദ്ദേഹം ഈ ഫീൽഡിലുള്ള ആളാണ്. നമ്മളെയൊക്കെ ഇപ്പോൾ 15-16 വർഷത്തിൻ്റെ ഈ ഒരു മാറ്റത്തിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗമനം ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു 10 വർഷം മുമ്പാണ് മിസ് എന്നോട് ചോദിച്ചൊരു മഗ്നീഷ്യം കഴിച്ചാൽ നമുക്ക് ഡയബറ്റിക് പ്രിവെൻറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ യെസ് എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അസുഖത്തിൻ്റെയും, പ്രത്യേകിച്ച് എല്ലാ അസുഖം എന്നുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈവൻ വൈറോളജിയിൽ തന്നെ നമ്മൾ പറയുന്നത് ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇംബാലൻസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളതാണ്. ഇവിടെ ഡയബറ്റിക് പോലുള്ള ഡിസീസസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഏർലി ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു വസ്തു തന്നെയാണ്. അതായത് ഒരാൾക്ക് ഡയബറ്റിക്കിലേക്ക് പോകാവുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ബ്ലഡ് ടെസ്റ്റ് വഴി അയാൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആണെന്ന് വ്യക്തമായിട്ട് കാണാം. ഇത് HbA1c അല്ല ജുബിൻ നമ്മൾ പലപ്പോഴും HbA1c എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മൾ നോക്കാറുണ്ട്. HbA1c ആണ് ഡയബറ്റിക്കിന് മുമ്പ്. HbA1c എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഡയബറ്റിക് വന്നതിന് ശേഷം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അല്ലാതെ നാളെ നിങ്ങൾക്ക് ഡയബറ്റിക് വരുന്ന HbA1c അല്ല ഡയഗ്നോസ് ചെയ്യുന്നത്. അത് തെറ്റാണ്. പലരും അതാ ഞാൻ പറയുന്നത്. പലരും നമ്മുടെ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് ഫാസ്റ്റിങ്ങിലെക്കാളും ഷുഗർ കുറവാണ് ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ഒത്തിരി പേര് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക് ഷുഗർ ലെവൽ വളരെ കുറവാണ്, അപ്പോൾ എനിക്ക് ഒരിക്കലും ഡയബറ്റിക് വരില്ല. അങ്ങനെയുള്ളവർക്കാണ് പ്രീ ഡയബറ്റിക് എന്ന് ഞാൻ പറയും. അവരുടെ ഫാസ്റ്റിങ്ങിനെക്കാളും ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗർ ലെവൽ കുറവാണെങ്കിൽ ദേ ആർ ഇൻ ആൻ അറ്റ്മോസ്റ്റ് ഡേഞ്ചർ ടു ഗെറ്റ് ഡയബറ്റിക് എന്നാണ്. കാരണം എന്താ? ആ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ലോ ഷുഗർ വരിക, ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും മധുരം കഴിക്കാനുള്ള പ്രവണത തോന്നുക, ഫുഡ് കഴിച്ചിട്ട് വീണ്ടും എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കഴിക്കണം, ഒരു ഫ്രൂട്ട്സ് കഴിക്കണം, എന്തെങ്കിലും കൂടി സ്നാക്സ് കഴിക്കണം എന്നൊരു ക്രേവിംഗ് ഉള്ളവർ ഡെഫിനറ്റ്ലി ഫോൾസ് അണ്ടർ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ആർക്കൊക്കെ ആരോഗ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം? നമ്മൾ പറയാറില്ലേ ജുവിൻ, വേർ ദ അറ്റൻഷൻ ഗോസ് ദേർ ദ എനർജി ഫ്ലോസ്. നമ്മൾ എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളൊരു ആരോഗ്യത്തിലേക്കാണ് അവരുടെ എനർജി ഫോക്കസ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. എന്ന് പറഞ്ഞ് ഞാൻ ഡിസീസിന് ട്രീറ്റ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഡിസീസ് ഷുഡ് ബി ട്രീറ്റഡ്. ഒരു ഡോക്ടർ സമയമെടുത്ത് അനലൈസ് ചെയ്യേണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അയാൾക്ക് കൊളസ്ട്രോൾ കൂടി എന്നുള്ളതാണ്. ജുബിൻ അറിയാമായിരിക്കും, സാധാരണ കൊളസ്ട്രോൾ കൂടുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തിക്ക് കൊളസ്ട്രോൾ കൂടുന്നു. ഇപ്പോൾ ഫീമെയിൽസിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഫീമെയിൽസിന് എന്തുകൊണ്ട് കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്യുന്നു? അവരുടെ മെനോപൗസ് വന്നു കഴിയുമ്പോൾ ഈസ്ട്രജൻ ലെവൽ താഴോട്ട് വരുമ്പോഴാണോ? അതൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിയാലോ? ജുബിന് ജെൻസിൽ ഒത്തിരി കൊളസ്ട്രോൾ എലിവേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. ജെനറ്റിക് ഡിസ്പോസിഷൻ ഒരു ഫാക്ടർ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മളിവിടെ എപ്പിജെനറ്റിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എപ്പിജെനറ്റിക് ബിയോണ്ട് ജെനറ്റിക്സ് എന്നാണ് പറയുന്നത്. എപ്പിജെനറ്റിക് അനാലിസിസ് ചില ഫാദർ മദറിൽ കൊളസ്ട്രോൾ എലിവേറ്റ് ഉള്ളവരിൽ നെക്സ്റ്റ് ജനറേഷനിൽ കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊളസ്ട്രോളിൻ്റെ പ്രൈമറി ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനാണ് കൊളസ്ട്രോൾ അവിടെ എലിവേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇന്നലെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒത്തിരി വർഷമായിട്ട് ഒരു പ്രത്യേക ഡിറ്റോറിയേറ്റഡ് ഡിസീസ് വരുന്ന ഒരാളാണ്. ക്രോണിക് ഇൻഫ്ലമേഷനിൽ കൂടി പോകുന്ന ഒരാളാണ്. അയാളുടെ 2 ഷോൾഡറും എലിവേറ്റ് ചെയ്യത്തില്ല, 2 കൈയും പൊങ്ങത്തില്ല. ഇയാൾക്ക് എലിവേറ്റഡ് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ എലിവേറ്റഡ് കൊളസ്ട്രോൾ പുള്ളി ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്, സ്റ്റാറ്റിൻ എടുക്കുന്നുണ്ട്. പക്ഷേ ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ബോഡി എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, റീസൺ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയും. എല്ലാ കൊളസ്ട്രോൾ എലിവേഷനും ഒരു റീസൺ ഉണ്ടാവും. പലപ്പോഴും 2 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാവുന്നത്. ഒന്ന്, ബോഡിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ആ ഇൻഫ്ലമേഷനെ അലീവിയേറ്റ് ചെയ്യാനായിട്ട് കൊളസ്ട്രോൾ ഓപ്പൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ കൂടും. മറ്റൊരു ഫാക്ടർ, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു സാധനമല്ല.
ഇപ്പോൾ റിംഗ് വേം, റൗണ്ട് സീ വേമിന്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. റൗണ്ട് സീ വേം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. റൗണ്ട് സീ വേം, എലഗൻ റൗണ്ട് സീ വേം സ്റ്റഡി എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉണ്ട്. ഈ റൗണ്ട് സീ വേം എലഗൻ സ്റ്റഡിക്കകത്ത് റൗണ്ട് സീ വേമിന്റെ ഒരു ജീൻ എടുത്ത് മാറ്റിയിട്ട് മറ്റൊരു ജീൻ അവിടെ ഇനോക്കുലേറ്റ് ചെയ്തു. ആ ജീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ നടത്തി റൗണ്ട് സീ വേമിന്റെ ആയുസ് എത്രയെന്ന് അറിയാവോ? സാധാരണ റൗണ്ട് സീ വേമിനെക്കാളും ഏകദേശം 20 വർഷം കൂടുതൽ ജീവിക്കുകയാണ്. അതായത് എന്താ, ഇൻഫ്ലമേഷനെ അലിവിയേറ്റ് ചെയ്യാൻ കൊളസ്ട്രോൾ സാധിച്ചു എന്നുള്ളതാണ്. 175 വയസ്സ് വരെ, ജുബിൻ ഞാൻ ഓപ്പണായിട്ട് പറയാം, 175 വയസ്സ് വരെ മനുഷ്യന് പുരുഷായുസ് ഉണ്ടാവും, അവൻ പ്രോപ്പറായിട്ട് കൊളസ്ട്രോൾ മെറ്റബോളിസം പ്രോപ്പർ ആണെങ്കിൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൊളസ്ട്രോൾ HDL LDL എന്നൊക്കെ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ മോശം, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, എന്നാലും പറയാം, അതിന്റെ ഇംബാലൻസ് ആർക്കും അറിയില്ല. ആ ഇംബാലൻസ് ഇമ്പാക്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. ഞാൻ നേരത്തെ വന്നതിൽ വീണ്ടും പറയാം, ഒരാളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അതിനർത്ഥം രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന്, ആ ഇൻഫ്ലമേഷൻ അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരാളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ആ കൊളസ്ട്രോൾ മറ്റെന്തോ ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് കൊളസ്ട്രോൾ മാറേണ്ടത്? കൊളസ്ട്രോൾ ഷുഡ് ബി കൺവേർട്ടഡ് ടു സ്റ്റിറോയിഡൽ ഹോർമോൺസ്. സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കും, പക്ഷെ നമുക്ക് ജുബിന്റെ ടെസ്റ്റോസ്റ്റിറോൺ, മാഡത്തിന്റെ ഈസ്ട്രോജൻ, മാഡത്തിന്റെ പ്രൊജസ്ട്രോൺ, നമുക്ക് വേണ്ട പ്രഗ്നനലോൺ എന്ന് പറയുന്ന എല്ലാ പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസിന്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ. ഫ്രം കൊളസ്ട്രോൾ ഓൺലി ദീസ് ഈസ് പ്രൊഡ്യൂസ്. സോ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ റോ മെറ്റീരിയൽസ് അങ്ങോട്ട് മാറുന്നില്ല. ഇപ്പം നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് കാലുവേദന തോന്നുന്നു, ആ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടർക്ക് എന്താണ് കാര്യം, നമ്മൾ നോക്കുന്നു, ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു നീരുണ്ട്, അപ്പം ഇത് ചിലപ്പോൾ നിങ്ങളുടെ യൂറിക് ആസിഡിന്റെ ടെസ്റ്റ് എടുത്ത് നോക്കാം, ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാം, ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ മതിയോ? അത് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ പലരും അങ്ങനെ വരാറില്ല. ഞാനിപ്പോൾ ഒരു 20 പേഷ്യൻസിന് ഒരു ദിവസം കാണുന്നുണ്ട്. 20 പേഷ്യൻസിനെ കാണുന്നത് തന്നെ വളരെ ഹെക്ടിക്കാണ്. ഈ 20 പേഷ്യൻസ് വരുന്നത് എന്തെങ്കിലും രോഗമായിട്ടാണ് വരുന്നത്? അയ്യോ ജൂബി, അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇപ്പോഴും ഡോക്ടർ എന്ന ലേബൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ കം ഫോർ എ ഡിസീസ്. ആ ഡിസീസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ അനിത മിസ്സിനെ എനിക്കറിയാം. അദ്ദേഹം എനിക്ക് 5 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അനിത മിസ് ഇതുവരെ എനിക്കൊരു അസുഖം മാറണം എന്ന് പറഞ്ഞല്ലേ വരുന്നത്, എനിക്കൊന്നുകൂടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു വാഞ്ച അതിപ്പോഴും ആ മാഡത്തിൻ്റെ ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ ഒരു അവസരത്തിന് വഴിയൊരുക്കിയതും ചിലപ്പോൾ ആ ഒരു മീറ്റിംഗ് ആയിരിക്കും. അതായത് എനിക്കിതിൽ ഉള്ള ഒരു വിശ്വാസം, അതായത് ഞാൻ നമ്മൾ പറയില്ലേ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. പലയിടത്തും പോയി ട്രീറ്റ് ചെയ്ത് മാറാത്ത അസുഖങ്ങൾ ഫങ്ഷണൽ മെഡിസിനിലൂടെ വളരെ ബെറ്റർ ആയിട്ട്, അതായത് ഈവൻ സെലിബ്രിറ്റീസ് വരെ ഈ ഒരു ജുബിൻ, ഇതാണ് ഫങ്ഷണൽ മെഡിസിൻ ഒരിക്കലും റെഡ് സീ ഓഷ്യൻ സ്ട്രാറ്റജി അവലംബിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. അതിനിപ്പം ഒരു ഇപ്പോൾ ചായ കുടിക്കരുത് എന്നൊക്കെ പറയുന്ന ഈ നാച്ചുറോപ്പതി കൺവെൻഷണൽ സിസ്റ്റത്തിനോട് എന്നോട് ക്ഷമിക്കണം എല്ലാവരും. അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒരാൾ ചായ കുടിച്ചാൽ അയാളുടെ തലവേദന മാറുന്നു. അത് എന്തുകൊണ്ടാണ് തലവേദന മാറിയെന്ന് അറിയണം. തലവേദന മാറുന്നതിന് ചായ കുടിക്കാൻ റീസൺ ഉണ്ട്. ഇപ്പോൾ പലരിലും അമിതമായിട്ട് തലവേദനയുടെ റീസൺ എന്താണെന്ന് സ്ട്രെസ് എന്ന് പറയില്ലേ. സ്ട്രെസ് എന്ന് പറയുന്നത് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റണം നമുക്ക്. എന്തിനും സ്ട്രെസ്. ഈ അസുഖം എന്തുകൊണ്ടാവുന്നത്, ഈ ക്യാൻസർ എന്തുകൊണ്ട്, സ്ട്രെസ്. ആ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അവിടെയാണ് നമ്മുടെ ഇപ്പോൾ ജുബിൻ പറഞ്ഞ പോലെ ഒരാൾക്ക് സ്ട്രെസ് കൊണ്ട് തലവേദന വന്നു എന്ന് പറയും. എന്തുകൊണ്ട് സ്ട്രെസ് കൊണ്ട് തലവേദന വന്നു? സ്ട്രെസ്സിൽ എന്താ സംഭവിച്ചത്? സ്ട്രെസ്സിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അമിതമായിട്ട് ഉത്പാദിപ്പിക്കുകയാണ്. ഇതാരും വിശ്വസിക്കില്ല. പലരും പറഞ്ഞ സെറട്ടോണിൻ പ്ലഷർ ഹോർമോൺ അല്ലേ, പ്ലഷർ സന്തോഷിക്കാനുള്ളതല്ലേ. സെറട്ടോണിൻ മാത്രമാണ് രക്തക്കുഴലുകൾ, പ്രത്യേകിച്ച് ആർട്ടീരിയോൾസ് എന്ന് പറയും, അല്ലെങ്കിൽ വെന്യൂൾസ് എന്ന് പറയും, ഇവയിലുണ്ടാകുന്ന ഒരു പ്രഷർ ഈ ആർട്ടീരിയോൾസ് കൺസ്ട്രിക്ട് ചെയ്യുകയും വീനസ് ഡൈലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ സെറട്ടോണിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 1940-കളിൽ സെറട്ടോണിൻ LSD എന്ന് പറഞ്ഞു, നമുക്ക് അറിയാലോ LSD എന്ന് പറഞ്ഞ സാധനത്തെ, ആ LSDയുടെ എഫക്റ്റിനെ കുറയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് ചെയ്ത ഒരു ലിങ്ക് മാത്രമാണ് സെറട്ടോണിൻ ഈസ് ഗുഡ് ഫോർ ഇറ്റ്. സെറട്ടോണിൻ ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ട് ജുബിൻ. ആക്ച്വലി സെറട്ടോണിനാണ് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രധാന റീസൺ. കാരണം 95% സെറട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റൊമക്കിലാണ്, ഗട്ടിലാണ്. ഈ ഗട്ട് ഇഷ്യൂസ് പലപ്പോഴും 1% മാത്രമേ ബ്രെയിൻ ആക്ടിവിറ്റീസിനായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ സെറട്ടോണിനും, നമ്മുടെ പ്ലഷർ ആയാലും, നമ്മുടെ ആങ്സൈറ്റി ആയാലും, നമ്മുടെ ഹൈപ്പർ വെന്റിലേഷൻ ആയാലും, ഇതിനെല്ലാത്തിനും സെറട്ടോണിൻ്റെ അതിപ്രസരമാണ് ഞാൻ എൻ്റെ പേഷ്യൻസിൽ കാണുന്നത്. ഈ സെറട്ടോണിൻ
കട്ട് ചെയ്യാൻ ടിയാനിൻ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ ചായയിലുണ്ട്. അതുകൊണ്ട് ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദന മാറുന്നുണ്ടെങ്കിൽ ടിയാനിൻ ഈസ് ഡയറക്ട്ലി ഡിസൻറ്റഗ്രേറ്റിംഗ് സെറട്ടോണിൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ മുമ്പ് ഒരു ഗട്ട് ഇഷ്യൂ വരുമ്പോൾ ഒരു ഗ്യാസിന്റെ ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഒരു ആസിഡിറ്റി വന്നു, ഒരു പാൻടോപ്പോ അങ്ങനെ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടോ മെഡിസിൻ, പക്ഷെ അതിന്റെ ഒരു റീസണ് അല്ലെങ്കിൽ വാട്ട് ഇസ് കോസിങ് ഇറ്റ് എന്നുള്ളതിന് അഡ്രസ് ചെയ്യുന്നില്ല അല്ലെ. ഇപ്പൊ എനിക്കിപ്പോ കഴിഞ്ഞൊരു 5 years ആയിട്ട് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഗട്ടിനെയാണ്. അത് ഡോക്ടറിന്റെ ഒരു അഡ്വൈസിലാണ്. അതായത് പ്രീ ആൻഡ് പ്രോബയോട്ടിക് ഇസ് വെരി മസ്റ്റ് ആണ്. സ്റ്റമക്ക് ഇച്ചിരി സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ പ്രീ ആൻഡ് പ്രോബയോട്ടിക് അത് കഴിക്കണം. അത് നാച്ചുറലി കഴിച്ചാൽ വെൽ ആൻഡ് ഗുഡ്, പക്ഷെ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഗട്ട് ശരിയായപ്പോൾ തന്നെ എൻ്റെ കുറേ പ്രോബ്ലംസ് സെറ്റിൽഡ് ആണ്. പക്ഷെ ഇത് പലർക്കും ഇത് അറിയണില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഇതുപോലത്തുള്ള മെഡിസിൻസ് വളരെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ സപ്ലിമെന്റ്സിനെയും ഫങ്ഷണൽ മെഡിസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ പലപ്പോഴും ശ്രമിക്കുക. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് സപ്ലിമെന്റ്സ് വിൽക്കുന്ന പരിപാടിയാണ്, അങ്ങനെയൊക്കെ സ്യൂഡോ സയൻസ് ആണ്. ആക്ച്വലി ഒന്ന് നോക്കൂ ജുബിൻ, ഇത്രയും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും ഇതിന്റെ താഴെ സ്യൂഡോ സയൻസ് എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട്. MBBS എടുത്ത ഒരാൾ ഡോക്ടറാണ്. അതെ, അയാൾ പറയാ നീ പാരസിറ്റമോൾ കഴിക്കും. അതെ, ഡോക്ടർ സുജിത് പറയുന്നു പാരസിറ്റമോൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആര് പറയുന്നത്? അല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിനെ പാരസിറ്റമോളിനെ എതിർക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി അല്ല. മറ്റൊരാളെ എതിർക്കുക, അതും മോഡേൺ സയൻസിന്റെ ഭാഗം തന്നെയല്ലേ. ഡോക്ടറും MBBS കഴിഞ്ഞിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ തന്നെയല്ലേ? അല്ല, ഞാൻ ബേസിക്കലി നാച്ചുറോപ്പതി കഴിഞ്ഞിട്ട് 5.5 years മെഡിസിൻ കഴിഞ്ഞിട്ട് പിന്നെ ഫെലോഷിപ്പ് എടുക്കുകയായിരുന്നു ന്യൂട്രീഷണൽ മെഡിസിൻ. ഒത്തിരി ഡോക്ടേഴ്സ് ഈ പറഞ്ഞ MBBS കഴിഞ്ഞിട്ട് ന്യൂട്രീഷണൽസ് മെഡിസിൻ ചെയ്യുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി ആയിട്ടല്ല കാണേണ്ടത്. ഇത് നിങ്ങൾക്കെതിരാണ്, എനിക്കെതിരാണ്, അങ്ങനെയല്ല. എൻ്റെ അവിടെ വരുന്ന എൻ്റെ പേഷ്യൻസിൽ ഇപ്പം ഞാൻ തന്നെ പല ക്യാൻസർ പേഷ്യൻസിന് കീമോയ്ക്ക് റെഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആയുഷ് പല ട്രീറ്റ്മെൻറ്റ്സ്, ഞാൻ എല്ലാവരെയും പറയല്ല, പലരും ഇതിനൊക്കെ എതിരാണ്, കീമോയ്ക്ക് എതിരാണ്, റേഡിയേഷൻ എതിരാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. കീമോ കൊടുക്കേണ്ടതാണെങ്കിൽ കീമോ ചെയ്യണം, സർജറി ചെയ്യേണ്ടതാണെങ്കിൽ സർജറി ചെയ്യണം. ഇവിടെ ഒരാൾ മറ്റൊരാളുടെ ശത്രുവായിട്ടല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ. എന്തിനധികം പറയുന്നു ജുബിൻ, ഇവിടെ ഫിസിക്സിലുള്ള ഒരു PhD എടുക്കുന്ന സ്കോളർ പോലും എനിക്ക് ഇൻപുട്ട് തരുന്നുണ്ട്. ഒരു കെമിസ്ട്രിയിലുള്ള ഒരു പ്രൊഫസർ പോലും എനിക്ക് ഇൻപുട്ട് തരുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ലോകം. ഒരേ മേഖലയിൽ കൈകോർത്ത് നിന്ന് മനുഷ്യൻ്റെ പുരുഷായുസിൻ്റെ ആരോഗ്യത്തിലേക്ക് വെളിച്ചം വീശുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യം. ഡോക്ടർ പറയുന്നതനുസരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് വഴി നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഭാവിയിലേക്ക് വരാം എന്നുള്ളൊരു അനലൈസിങ്. പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിനിൽ ഒരു അസുഖം വന്ന ഒരാൾ പിന്നെ പോയി ജനറ്റിക് ടെസ്റ്റിലേക്ക് പോലെ ഒരു ഇന്ന പോസിബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സയൻസ് അത്രത്തോളം അഗ്രസീവാണ്, അത്രത്തോളം ഡെവലപ്ഡ് ആണ് സയൻസ് എന്ന് പറഞ്ഞത്. സയൻസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പോഴും അറിയുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോഴും ഫാസ്റ്റിങ്ങിൽ പോയി ഒരു കൊളസ്ട്രോൾ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ലിപ്പിഡ് അല്ലെങ്കിൽ ഇതിനുള്ള മരുന്ന് ഇതല്ല. ഞാൻ ഷുഗറിന്റെ കാര്യം പറയാം. നമ്മളുടെ ഏകദേശം 260ഓളം ഡിസീസ് പ്രൊഫൈൽസിനെ ക്ലിയർ കട്ടായിട്ട് അറിയാവുന്ന സയൻസ് നമുക്കുണ്ട്. അത്രത്തോളം വ്യക്തമാണ്. ഈ പോസിബിലിറ്റീസ് നമുക്കുണ്ട്. ഇനി എങ്ങനെ ഈ പോസിബിലിറ്റി എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അതാണ് സയൻസ്. ഇപ്പോൾ ഒരാൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ആ ഹൈപ്പോതൈറോയിഡിസം അഗ്രസീവായിട്ട് മറ്റേതൊക്കെ ഡിസീസസിലേക്ക് എത്തും എന്നറിയാൻ പറ്റണം എന്നുള്ളതാണ് ഒരു പ്രധാനം. ജുബിൻ അറിയാവുന്ന എത്ര ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഒരു മനുഷ്യൻ പോലും ചെയ്ത് കാണത്തില്ല. ഞാൻ പലപ്പോഴും ഇൻസുലിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് HbA1c എന്നാണ് പറയുന്നത്. HbA1c അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്യുമ്പോൾ 6 മാസത്തിനുള്ളിൽ അയാൾ ഡയബറ്റിക്കിലേക്ക് പോസിബിലിറ്റി ഉള്ള ആൾക്ക് ഇപ്പോൾ നമുക്കറിയാം വെദർ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡയബറ്റിക് ഓർ നോട്ട്. എത്ര വരെ ഒരു മനുഷ്യർ ഇപ്പോൾ ഷുഗർ കഴിക്കാം? ഇപ്പൊ താങ്കൾ കഴിക്കുന്ന ഒരു ചോറ് ഇത്ര മാത്രമാണ് ഞാൻ കഴിക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ജുബിൻ പറഞ്ഞല്ലോ എത്ര കൂടുതൽ കഴിക്കുക. ഈ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞ 2 പഴത്തിന് പകരം 3 പഴം കഴിക്കുന്നു. റിപ്പോർട്ട് വരുമല്ലോ. നമ്മൾ പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ 94 ആണ് നോർമൽ. ഓക്കെ, നോർമലാണ്. 110 ആയ അത് 110 കൂടുതലാണ്, ഡേഞ്ചർ ആണെന്ന് പറയാം. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എന്ത് കൊണ്ട് ഷുഗർ കൂടി എന്നുള്ളതാണ്. അത് അറിയില്ല.
നമ്മുടെ സെൽസ് ആ ഷുഗർ ഉപയോഗിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ബ്ലഡിൽ ഷുഗർ കാണുന്നത്. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ടറാണ്. ബ്ലഡ് ഒരു ട്രാൻസ്പോർട്ടറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ എത്താനും ഒരു ട്രാൻസ്പോർട്ടറാണ്. ഈ ബ്ലഡാണ് നമ്മുടെ 100 ട്രില്യൺ കോശങ്ങളിലേക്കും ഗ്ലൂക്കോസ് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ ഗ്ലൂക്കോസ് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി, ഒരു പാത്വേ മാത്രമാണ് ബ്ലഡ്. ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഈ സെല്ലുകൾക്കാണ്. ഈ ഗ്ലൂക്കോസ് ഈ സെല്ലിനകത്തേക്ക് കയറുന്നില്ലെങ്കിൽ ആരാണ് കാരണക്കാരൻ? സെല്ലാണ് കാരണക്കാരൻ. എന്തുകൊണ്ട് ഗ്ലൂക്കോസ് സെല്ലിനകത്തേക്ക് കയറുന്നില്ല? കറക്റ്റ് ആണ്. ഇവിടെയാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ, ഈ ഷുഗർ കുറയ്ക്കൂ എന്നുള്ളതാണ്. ഒരിക്കലും ആ സെല്ലുലാർ യൂട്ടിലൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സെൽസിന് അകത്തേക്ക് ഗ്ലൂക്കോസ് കയറുന്നില്ല. അതിന് പ്രോബ്ലം എന്തിനാണ്? സെൽസിനകത്താണ് പ്രോബ്ലം. അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ റീസൺ എന്താണ്? ജുബിൻ പറഞ്ഞ പോലെ സെൽസിന്റെ ഡിഫോമിറ്റിയാണ്. ആ സെല്ല് ഡിഫോംഡ് എന്നല്ല പറയുന്നത്, സെല്ല് ആ ഗ്ലൂക്കോസ് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? ഗ്ലൂക്കോസ് എന്തുകൊണ്ട് ആ സെല്ല് സ്വീകരിക്കുന്നില്ല? ആ സെല്ലിന് ഗ്ലൂക്കോസിന്റെ ആവശ്യമില്ല ജുബിൻ. പിന്നെ ഗ്ലൂക്കോസ് ഇല്ലാതെ അവൻ എങ്ങനെ എനർജി ഉണ്ടാക്കും? നമുക്ക് എല്ലാവർക്കും കുഞ്ഞുനാൾ തൊട്ട് അറിയാം, എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം ഗ്ലൂക്കോസ് ആണ്. പിന്നെ എങ്ങനെ അവൻ ഗ്ലൂക്കോസ് ഇല്ലാണ്ട് അവൻ സ്വീകരിക്കും? ഇപ്പോൾ ഗ്ലൂക്കോസ് സെൽസിനകത്തേക്ക് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു സെല്ലിന്റെ ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. സെല്ലിന്റെ ഡിഫക്റ്റിനേക്കാളും സെല്ല് എടുക്കുന്നില്ല എന്നുള്ളതാണ് ആവശ്യം. അല്ലെങ്കിൽ സെല്ല് അവന്റെ പാത്വേ മാറ്റി ചവിട്ടി. എങ്ങനെ ജനറേറ്റ് ചെയ്യാം? ഓക്സിജൻ ഇല്ലാതെ അവൻ എനർജി ജനറേറ്റ് ചെയ്യുന്ന എനേറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേയിലേക്ക് ആ സെല്ല് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ആ ഷിഫ്റ്റ് ചെയ്തു? അവന് ഗ്ലൂക്കോസ് ഓക്സിജൻ അനുസരിച്ച് ഗ്ലൂക്കോസും ഓക്സിജനും മെർജ് ചെയ്യാനുള്ള ശേഷിയില്ല. അഥവാ മൈറ്റോകോൺഡ്രിയൽ റെസ്പിറേഷൻ എന്ന് പറയും. സെൽസിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ പാചക അടുപ്പ് മൈറ്റോകോൺഡ്രിയ. ഈ മൈറ്റോകോൺഡ്രിയക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നില്ലേ? ഓക്സിജൻ കിട്ടാത്തത് എന്തുകൊണ്ട്? ഓക്സിജൻ കിട്ടാത്തത് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ സെല്ലിനകത്ത് കുറവാണ്. ബോർസ് എഫക്റ്റ് എന്ന് പറയും. ബോർസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഓക്സിജനെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്ന സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല? നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ ഡീവിയേറ്റ് ചെയ്യുന്നു. എനേറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേ. എനേറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എനർജി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് ഓക്സിജന്റെ പ്രസൻസിലല്ല. വിത്തൗട്ട് ഓക്സിജൻ ഗ്ലൂക്കോസ് എനർജി, നമ്മൾ ഈ പറഞ്ഞ ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് പറഞ്ഞ പാത്വേയിലേക്ക് ശരീരം മാറുന്നു. ഇതാണ് എനേറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേ. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ജുബിൻ, ലാക്ടേറ്റ് ആണ്. ലാക്ടേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓക്സിജൻ അകത്തേക്ക് എൻ്റർ ചെയ്യില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഒരു ഡയബറ്റിക് ഇഷ്യൂസ് ജനറേറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ഷുഗർ കട്ട് ചെയ്യും. ഷുഗർ കട്ട് ഇപ്പം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഷുഗർ കട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഫിറ്റ് ആവാൻ വേണ്ടി ഷുഗർ കട്ട് പറയുന്ന അല്ല, അത് ഏറ്റവും വിഡിത്തമാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ഇപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു കൺസെപ്റ്റ് കാണുന്നവർ. ഇപ്പൊ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞൊരു പ്രിൻസിപ്പിൾ. കീറ്റോ ഡയറ്റിന്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഡള്ളാണ്. കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും മെർജ് ചെയ്ത് ATP ജനറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എനർജി സോഴ്സ്. നമുക്കത് പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി ജനറേറ്റ് ചെയ്യുന്ന എനർജി ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് ATP പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഓക്സിജന്റെ അടുത്ത പ്രോസസ്സിലേക്ക് എടുക്കാൻ പറ്റൂ. ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മുടെ സെൽസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, അത് പുറത്തേക്ക് എടുക്കുകയും പുറത്ത് സെൽസ് ബ്ലഡിലുള്ള ഓക്സിജൻ എടുക്കുകയും ചെയ്ത് എനർജി ജനറേറ്റ് ചെയ്യുക. എയറോബിക് ഗ്ലൈക്കോലൈറ്റിക് പാത്വേയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, പഴം കഴിക്കാതിരിക്കുക, കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പ്രശ്നം എത്തുന്നതെന്ന് വെച്ചാൽ വീണ്ടും കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യുന്നു. ജുബിൻ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം നടന്നില്ലെങ്കിൽ സ്പോട്ടിൽ എലിവേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ ഒരു ഏജിങ് ഹോർമോണാണ്. കോർട്ടിസോൾ ലോങ്വിറ്റിയെ കട്ട് ചെയ്യും, സ്കിന്നിനെ റപ്ചർ ചെയ്യും, ബോണിന്റെ ഡിഫോമിറ്റി ഉണ്ടാക്കും, ഹെയറിന്റെ ഡെൻസിറ്റി കുറയ്ക്കും. ഇതെല്ലാം ഏജിങ് പ്രോസസ്സാണ്. കോർട്ടിസോൾ ഇസ് എൻ ഏജിങ് ഹോർമോൺ. കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. നമുക്ക് വേണ്ടത് തൈറോയിഡ്, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ. ഇതാണ് നമുക്ക് വേണ്ട പോസിറ്റീവ് ഹോർമോൺസ്. പ്രഗ്നന്റിലോൺ അവിടെ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഹോർമോൺസ് ഡൾ ആവുകയാണ്. എല്ലാ ഹൈപ്പോതൈറോയിഡിസത്തിന്റെയും മെയിൻ ഇഷ്യൂ എലിവേറ്റഡ് കോർട്ടിസോൾ, ഹൈ അഡ്രിനാലിൻ. ഇവർക്ക് എപ്പോഴും സോ തിരിച്ചു വരിക, എങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ തടസ്സം നിൽക്കുന്നത് പഞ്ചസാര കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ടോ അല്ല.
മെയിൻ പ്രശ്നം മലയാളികൾ ഉൾപ്പെടെ ലോകത്ത് ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പൂഫ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് പ്രഥമമായിട്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന്റെ ഡിഫക്റ്റ്. ഞാൻ എൻ്റെ പേഷ്യൻസിനോട്, ഡയബറ്റിക് പേഷ്യൻസിനോട് രാത്രി 9 മണിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീം കഴിക്കാൻ പറയുമ്പോൾ അവരുടെ ഫാസ്റ്റിംഗ് മെറ്റബോളിസം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആവുകയാണ്. എന്താ കാരണം? ഒരു പേഷ്യൻറ്റിന്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഷുഗർ എപ്പോൾ താഴെ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ എപ്പോൾ താഴെ പോകുന്നു, സ്പോട്ടിൽ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യും. കോർട്ടിസോൾ ഡിസ്ട്രക്ഷൻ ആണ് ജുബിൻ. ഇപ്പം ഡോക്ടർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഡോക്ടറുടെ പേഷ്യൻസിന് രാത്രി, ഷുഗർ പേഷ്യൻസിന് രാത്രി ഐസ്ക്രീം കഴിച്ചിട്ട് കിടക്കാമെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഐസ്ക്രീം ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ഈ പറഞ്ഞ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഐസ്ക്രീം, അതിനകത്ത് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എഗ്ഗ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എഗ്ഗ് മാറ്റാം. അല്ലാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് അവർക്കൊരു ഐസ്ക്രീം പ്രിപ്പയർ ചെയ്ത് ഡെയിലി 9 o'clock നൈറ്റ് അവർ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചിട്ട് നിൽക്കാൻ പറയും. അപ്പോൾ ഇതിനകത്ത് ഷുഗർ ഉണ്ട് ജുബിൻ, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞത്. ഈ ഷുഗറും കോക്കനട്ട് ഓയിലും മിക്സ്ഡ് കോമ്പിനേഷൻ, അതിനകത്ത് പ്രോട്ടീനും ഫാറ്റും ഗ്ലൂക്കോസും ഉണ്ട്. ഇത് സസ്റ്റെയിൻഡ് ലെവൽ കാണുന്നു. അപ്പൊ എന്താ പറ്റുന്നത്? ഫാസ്റ്റിംഗ് ഷുഗർ ഒരിക്കലും എലിവേറ്റ് ചെയ്യില്ല. ഫാസ്റ്റിംഗ് ഷുഗർ എലിവേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് ജുബിൻ ആലോചിക്കും? ഫാസ്റ്റിംഗ് ഷുഗർ എലിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ താഴേക്ക് പോകുമ്പോൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് ആണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലിവർ ഗ്ലൈക്കോജനെ റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് ഡിറ്റോറിയേഷനിലേക്ക് പോവാണ്. നമ്മൾ ഒരിക്കലും ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോയി കോർട്ടിസോൾ എലിവേറ്റ് ചെയ്ത് ആ പേഷ്യന്റ് ദുരന്തത്തിലേക്ക് വിടരുന്നതാണ് എന്റെ അഭിപ്രായം. അതായത് പിന്നെ ഇതൊരു വൈഡ് ഏരിയ ആണ്, വാസ്റ്റ് ഏരിയ ആണ് ആക്ച്വലി. കിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന ഫങ്ഷണൽ മെഡിസിൻ. അപ്പോൾ അത് പറയുന്നത് റിമൂവിങ് ദ ടോക്സിൻസ് ഫ്രം യുവർ ബോഡി. ഇത് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ചേഞ്ചസ്. അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഇപ്പൊ അനിത മിശ്ര, ഈ ടോക്സിൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ എനിക്ക് പേടിയാണ് ഉപയോഗിക്കാൻ. കാരണം എല്ലാവരും എടുത്തിട്ട് അലക്കുവാണ്. ടോക്സിൻ. നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യൂ, നിങ്ങൾ ഈ പച്ചില കഴിക്കൂ, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കൂ. അതുകൊണ്ട് ഡീടോക്സ് എന്ന് പറഞ്ഞ വാക്ക് പറയുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചു. ഇത് വല്ല മിത്തുവാണോ, അല്ലെങ്കിൽ ഇത് ഒരു സ്യൂഡോ സയൻസ് ആണോ എന്ന രീതി വരും. ടോക്സിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മെറ്റൽ ടോക്സിസിറ്റിയെ കാണുന്നു എന്നുള്ളതാണ്. ഈ മെറ്റൽ ടോക്സിസിറ്റിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാം ഏത് മെറ്റലാണ് ഇവർക്ക് കൂടുതൽ. ഇപ്പോൾ സ്മോക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മെറ്റലാണ് കാഡ്മിയം. ഹൈ ലെവലിൽ, കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്താ പറയുക, ലോകത്ത് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ഇൻഡസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഉള്ള ബിസിനസ് ടുബാക്കോ ഇൻഡസ്ട്രി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ടുബാക്കോയുടെ പ്രശ്നം, ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. ഈ ടുബാക്കോയുടെ ഹാഫ് ലൈഫ് പീരീഡ് വളരെ കുറവാണ്. അപ്പോൾ ഇത് കേടുകൂടാതിരിക്കാൻ ഇവരിതിനകത്ത് കാഡ്മിയം ആഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൽ തന്നെ അവർ കാഡ്മിയം ആഡ് ചെയ്യുന്നു. ഈ കാഡ്മിയം വോളറ്റൈലാണ്, അഥവാ അലിയും. നമ്മൾ 1000 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരാൾ പുക വലിക്കുകയാണെങ്കിൽ ഈ 1000 ഡിഗ്രി ഫാരൻഹീറ്റിൽ മതി ഈ പറഞ്ഞ കാഡ്മിയം വോളറ്റൈലാകാനും. ഇതൊരു പഫ് എടുക്കുമ്പോൾ അത് സുഖമായിട്ട് എയർ വഴി നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന കാഡ്മിയം എന്ത് ചെയ്യും? എൻ്റർ ചെയ്യുന്ന മെറ്റൽ സുഖമായിട്ട് നമ്മുടെ സെൽസിനകത്ത് പോയി ഡൈസൾഫൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ജുബിൻ്റെ ആദ്യത്തെ പ്രണയം ജുബിൻ മറക്കാം, പക്ഷേ ഈ കാഡ്മിയം നമ്മുടെ ശരീരം വിട്ടു പോവില്ല. അത്രയും സ്ട്രോങ് ബോണ്ടായിരിക്കും, അത്രയും സ്ട്രോങ് ബോണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അത് നമ്മൾ വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പച്ചിലകൾ കഴിച്ചാലോ കാഡ്മിയം റിലീസ് ആവില്ല. പഫ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കണ്ടൻസ് എല്ലാം പോകുമെന്നാണ് യൂഷ്വലി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ആരാ പറഞ്ഞേ? നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, കാഡ്മിയം എങ്ങനെ റിലീസ് ആവുന്നു. കാഡ്മിയം 20 വർഷം വരെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. സുഖം, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. ഈ നമ്മുടെ സിഗരറ്റിനകത്തുള്ള മറ്റേ നിക്കോട്ടിൻ കണ്ടന്റ് ആണ് ഈ 48 മണിക്കൂർ എടുക്കും നമ്മുടെ നിക്കോട്ടിൻ കണ്ടന്റ്. നിക്കോട്ടിനെക്കാളും പ്രശ്നമാണ് ഈ കാഡ്മിയം. നമ്മൾ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ലങ് ക്യാൻസർ ആരാണ് ഉണ്ടാക്കുന്നത്? നിക്കോട്ടിൻ ഉണ്ടാക്കില്ല എന്നല്ല, പക്ഷെ പ്രൈമറി റീസൺ കാഡ്മിയം. കാഡ്മിയം ക്രിയേറ്റ്സ് ലങ് ക്യാൻസർ എന്നുള്ളതാണ്. സ്ക്വാമസ് സെൽ ലങ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സിന്റെ പ്രധാനപ്പെട്ട കാരണം കാഡ്മിയമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് കാഡ്മിയം ഉണ്ടാക്കുന്നുണ്ട്. സോ സ്മോക്കേഴ്സിൽ ഇത്തരത്തിലുള്ള കാഡ്മിയത്തിനെ വിടുവിക്കാൻ എന്താ മാർഗം? ഇതിന് EDT എന്ന് പറഞ്ഞൊരു മെറ്റൽ ഉണ്ട്. അതാണ് ഇപ്പം മാം പറഞ്ഞ കീലേഷൻ. EDT എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ട്. ഇത് സുഖമായിട്ട് ഒരു ഡോക്ടറുടെ എക്സ്പെർട്ടിൽ, പ്രത്യേകിച്ച് ഒരു അലോപ്പതി ഡോക്ടറുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. ആ ഗൈഡൻസിൽ അയാളുടെ ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുക, കിഡ്നി ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക. കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ EDT അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റൂ. സോ ഇത്തരത്തിലുള്ള പ്രിക്കോഷണറി മെഷേഴ്സിൽ EDT അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ EDT ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുകയും അത് കാഡ്മിയത്തിന്റെ ഡൈസൾഫൈഡ് ബ്രേക്ക് ചെയ്യുകയും സുഖമായിട്ട് കാഡ്മിയത്തെ ക്യാപ്ചർ ചെയ്ത് പുറത്തോട്ട് പോവുകയും ചെയ്യും. സോ ഇത് ശാസ്ത്രീയമായി
കൃത്യമായിട്ട് വേണം കീലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡീറ്റോക്സ് ചെയ്യാൻ. അല്ലാതെ വെറുതെ കുറച്ച് പച്ചമരുന്ന് കഴിച്ചു ഡീറ്റോക്സ് വർക്ക് ചെയ്യില്ല. ജുബിൻ അറിയോന്നറിയില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ ക്യാൻസർ കൊണ്ടോ അല്ല, എൻഡോടോക്സിമിയയിൽ നിന്നാണ്. എൻഡോടോക്സിൻ ഇസ് ദ നമ്പർ 1 കോസ് ഓഫ് ഡെത്ത്. ആ എൻഡോടോക്സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിൽ നിന്നുണ്ടാകുന്ന ബാഡ് ടോക്സിസിറ്റി എന്ന് പറയും. ഈ എൻഡോടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ക്യാരറ്റ് സലാഡാണ്. ഓക്കെ, വിത്ത് കോക്കനട്ട് ഓയിൽ. ഇത് ആക്ച്വലി ഇപ്പൊ ടൈം നമുക്ക് ലിമിറ്റഡ് ആണ്, ഈ ഏരിയസ് വളരെ വാസ്റ്റ് ആണ്. ഡോക്ടർ സുജിത്, താങ്ക് യു വെരി മച്ച്. ഐ ആം ഓൾസോ താങ്ക്ഫുൾ ടു ABC. ആക്ച്വലി ഞാൻ ഇങ്ങനെയുള്ള ടോക്സിലൊന്നും അധികം അല്ല, വരാറില്ല. ഡോക്ടർ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് ഡോക്ടർ വരുന്നത്. ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ളൊരു വലിയൊരു വാസ്റ്റ് മീഡിയയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന അനിത മിസ്സിനും ജുബിനും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വളരെ നന്ദിയുണ്ട്. ഞാൻ വി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്റർ എന്ന ഒരു സെൻറ്ററാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. വളരെ നന്നായിട്ട് ബയോ ഹാക്ക് എന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. താങ്ക്സ്. ഓക്കെ.